Hello everyone, welcome to my channel. So ഈ വീഡിയോയിൽ ഞാനിന്ന് വെക്ടർ ആറ്റം മോഡലിൻ്റെ റെസ്റ്റ് ഓഫ് ദ പോർഷനാണ് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആറ്റോമിക് ആൻഡ് മോളിക്കുലർ ഫിസിക്സ് എന്നുള്ള ഫിസിക്സിൻ്റെ ഒരു പേപ്പറിൽ വെക്ടർ ആറ്റം മോഡലിന് ഉള്ള ഒരു ടോപ്പിക്കിലെ പോർഷൻസാണ് ഞാൻ കവർ ചെയ്യുന്നത്. ആൻഡ് ഐ ആം ഗോയിങ് ടു ടേക്ക് ദ ടോപ്പിക്സ് or the topics included in this video are LS and JJ couplings, Pauli's exclusion principle, magnetic dipole moment of electron due to orbital and spin motion, പിന്നെ spin orbit coupling. Okay, അതിൽ LS and JJ coupling ഏതൊരു എക്സാമിനും ചോദിക്കുന്ന ഒരു മെയിനായിട്ട് ഫിസിക്സിൻ്റെ ഒരു എക്സാമിന് അറ്റോമിക് ആൻഡ് മോളിക്കുലർ ഫിസിക്സിൻ്റെ പേപ്പറിൽ നിന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഇത് ഫോക്കസ് ചെയ്യുന്നത് തേർഡ് B.Sc B.Sc സ്റ്റുഡൻസിന് വേണ്ടിയാണ്. അപ്പോൾ അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് LS and JJ coupling. പിന്നെ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ നമ്മൾ സ്മോളർ ക്ലാസ്സസ് തൊട്ട് പഠിക്കുന്നതാണ്. പിന്നെ ബാക്കി രണ്ടെണ്ണം ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ടും ചോദിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതിനകത്ത് മുഴുവനും ഷോർട്ട് ക്വസ്റ്റ്യൻസ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. So let's start LS and JJ couplings. In an atom having two or more electrons, the orbital and spin angular momenta of all its electrons can be added together in two ways. അപ്പോൾ ഇത് ഞാനിപ്പോൾ പാർട്ട് 2 ആയിട്ടാണ് വെക്ടർ ആറ്റം മോഡൽ ഇട്ടേക്കുന്നത്. അപ്പോൾ പാർട്ട് 1 കേട്ടിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും. എൻ്റെ ചാനലിൽ ഞാൻ പാർട്ട് 1 വെക്ടർ ആറ്റം മോഡൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാർട്ടിനകത്ത് നമ്മൾ ആപ്ലിക്കേഷൻസ് ഓഫ് സ്പേഷ്യൽ ക്വാണ്ടൈസേഷൻ എന്നൊരു കാര്യം പറഞ്ഞു. അതിൽ ആദ്യം പറയുന്നത് തന്നെ സ്പേഷ്യൽ ക്വാണ്ടൈസേഷൻ്റെ ബേസിൽ എൽ, എസ് ആൻഡ് ജെ ഈ 3 ടേംസ്, അതായത് ഏതാ എൽ എന്ന് പറയുന്നത് ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം, എസ് എന്ന് പറയുന്നത് സ്പിൻ ആംഗുലർ മൊമെൻറ്റം ആൻഡ് ജെ എന്ന് പറയുന്നത് ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം. ഇവർ 3 പേരും കപ്ലിംഗ് സ്കീംസിലേക്ക് നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ കപ്ലിംഗ് സ്കീംസുമായിട്ട് റിലേറ്റഡ് ആണ് എന്ന് നമ്മൾ അവിടെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ കപ്ലിംഗ് സ്കീംസ് എന്താണെന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അത് 2 ടൈപ്പ് ഓഫ് കപ്ലിങ്സ് ആണുള്ളത്. ഒന്ന് LS കപ്ലിങ്ങും ഒന്ന് JJ കപ്ലിങ്ങും. LS കപ്ലിങ്ങിന് മറ്റൊരു പേരാണ് റസൽ സോണ്ടേഴ്സ് കപ്ലിംഗ്. ഓക്കെ, അപ്പോൾ 2 തരത്തിലുള്ള കപ്ലിംഗ് മെത്തേഡ്സ് ആണുള്ളത്. കപ്ലിംഗ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ 2 ടൈപ്പുള്ള മൊമെൻറ്റം ക്വാണ്ടം നമ്പേഴ്സിനെ, അല്ലെങ്കിൽ മൊമെൻറ്റം അല്ല ക്വാണ്ടം നമ്പേഴ്സിനെ നമ്മൾ ഒരുമിച്ച് ചേർക്കുന്നു, അതാണ് പറയുന്നത്. അവർ തമ്മിലുള്ള ഒരുമിച്ച് ചേർത്തുള്ള ഒരു എഫക്റ്റ് എന്താണെന്നുള്ളത്. ഇൻ ആൻ ആറ്റം ഹാവിങ് 2 or more electrons, the orbital and spin angular momenta, അതായത് ഓർബിറ്റൽ എന്ന് പറയുമ്പം ക്യാപിറ്റൽ L, spin angular momentum എന്ന് പറയുമ്പം S, of all its electrons can be added together in 2 ways. The method of combination depends on interaction or coupling between orbital and spin angular momenta. ഈ കോമ്പിനേഷനാണ് നമ്മളിവിടെ കപ്ലിങ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കപ്ലിങ്സ് 2 തരത്തിലുണ്ട്. അതായത് ഒന്ന് LS കപ്ലിംഗ്, അതായത് നമുക്ക് LS കപ്ലിങ്ങിന് മറ്റൊരു പേരാണ് റസൽ സോണ്ടേഴ്സ് കപ്ലിംഗ്. 2 JJ കപ്ലിംഗ്. ആദ്യത്തത് നമുക്ക് നോക്കാം, LS കപ്ലിംഗ് എന്താണെന്നുള്ളത്. ദിസ് ടൈപ്പ് ഓഫ് കപ്ലിംഗ് വിച്ച് ഒക്കേഴ്സ് മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഈസ് ദ LS കപ്ലിംഗ്. മോസ്റ്റ് ഫ്രീക്വൻ്റ് ആയിട്ട് ഉണ്ടാവുന്ന കോമ്പിനേഷനെയാണ് നമ്മൾ LS കപ്ലിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം ആൻഡ് സ്പിൻ ആംഗുലർ മൊമെൻറ്റവും ചേർന്നിട്ടുള്ള കപ്ലിംഗ് എഫക്റ്റ്. ഇൻ ദിസ് ടൈപ്പ് ഓൾ ദ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം വെക്ടേഴ്സ് ഓഫ് വേരിയസ് ഇലക്ട്രോൺസ്, അതായത് ഒരു ആറ്റം നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിനകത്തുള്ള എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അവരുടെ ഓരോരുത്തരുടെയും L വാല്യൂസ്, അപ്പം L1, L2, L3 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോ ഇലക്ട്രോൺസിന് പേര് കൊടുക്കുവാണ് അവരുടെ ആംഗുലർ മൊമെൻറ്റത്തിനെങ്കിൽ, ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റത്തിനെങ്കിൽ, അതിനെ എല്ലാത്തിനെയും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ക്യാപിറ്റൽ L എന്ന് പറഞ്ഞൊരു റിസൾട്ടൻറ്റ് ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഇൻഡിപെൻഡൻ്റ്ലി all their spin angular momentum vectors combine to form a resultant S. അതൊരു S എന്നൊരു വാല്യൂ ആയിട്ട്, അതേപോലെ തന്നെ എല്ലിനെ എങ്ങനെയാണോ നമ്മൾ കൺസിഡർ ചെയ്ത് ഓരോ ഇലക്ട്രോൺസിനും L1, L2, L3 എന്ന് കൺസിഡർ ചെയ്യുന്നത് പോലെ എസും അതേ ഇലക്ട്രോൺസിൻ്റെ സ്പിന്നിനെ ബേസ് ചെയ്ത് നമ്മൾ S1, S2, S3 എന്ന് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവരുടെ സമ്മേഷനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ക്യാപിറ്റൽ Lഉം ക്യാപിറ്റൽ S എന്നും.
ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ ഫോർമാറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. L is equal to L1 plus L2 plus L3 plus etc. or it is equal to sigma I Li, or S, and S എന്ന് പറയുന്നത് S1 plus S2 plus S3 etc. or we can write it as sigma Si. ഇനി the momenta L and S combine to form total angular momentum. അപ്പോൾ ഇനി ആ ടോട്ടൽ ആറ്റം നമ്മൾ കൺസിഡർ ചെയ്യുമ്പം we can say the total angular momentum J is equal to capital L plus S. ഈ ക്യാപിറ്റൽ എല്ലും എസും കൂടെ ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് വി കോൾ LS കപ്ലിംഗ്. വെയറാസ് ഇൻ JJ കപ്ലിംഗ്, അത് നമ്മൾ പറയാൻ വരുന്നതിന് മുമ്പ് LS കപ്ലിങ്ങിൻ്റെ സെലക്ഷൻ റൂൾസും കൂടെ പറയാം എന്താണെന്നുള്ളത്. അതായത് നമ്മൾ കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞിരുന്നു സ്പെഷ്യലായിട്ട് നമ്മൾ ചില തിയറീസ് നമുക്ക് സക്സസ്ഫുൾ ആക്കണമെങ്കിൽ, എക്സ്പെരിമെൻ്റലും ബേസ് ചെയ്ത് നമുക്കത് സക്സസ്ഫുൾ ആക്കണമെങ്കിൽ അവിടെ നമ്മൾ അതിൻ്റേതായ റൂൾസ് കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു LS കപ്ലിംഗ് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ ഒരു സെലക്ഷൻ റൂൾ കൊണ്ടുവരണം. അതിനുള്ള കാര്യമാണ് ഇനിയിപ്പോൾ പറയാൻ പോകുന്നത്. വെൻ ടു ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റ L having quantum numbers L1 and L2 combine, the allowed values of L are L1 plus L2, L1 plus L2 minus 1, etc. up to mod L1 minus L2. Hence the allowed values of J are L plus S, L plus S minus 1, L minus X. Okay. For L greater than S ആണെങ്കിൽ the possible values of J are 2S plus 1. And that we call it as multiplicity of the state. ഇനി L less than S ആണെങ്കിൽ, ഇത് LS കപ്ലിങ്ങിൻ്റെ കേസിൽ മാത്രമാണ്. L greater than S ആണെങ്കിൽ J എന്ന് പറയുന്നത് 2S plus 1 ആയിരിക്കും, multiplicity of the state. L less than S ആണെങ്കിൽ possible values of J are 2L plus 1. Okay. ഇനി for a 2 electron system, the total spin angular momentum will be S is equal to 0, that is, or S is equal to 1. Spin anti-parallel ആവാം അല്ലെങ്കിൽ spin parallel ആവാം. When S is equal to 0 ആണെങ്കിൽ we have 2S plus 1 equal to 1. Such states are called singlet states. ഇത് ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുള്ളതാണ്. വാട്ട് യു മീൻ ബൈ സിംഗ്ലറ്റ് സ്റ്റേറ്റ് ആൻഡ് ട്രിപ്ലെറ്റ് സ്റ്റേറ്റ്? അപ്പം 2 ഇലക്ട്രോൺ സിസ്റ്റം ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടെ ടോട്ടൽ സ്പിൻ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് ഉള്ള വാല്യൂ S എന്ന് പറയുന്നത് 0യോ 1ഓ ആകാം. ഇനി അത് 0 ആണെങ്കിൽ അവിടുത്തെ വാല്യൂവിനെ നമ്മൾ 2S plus 1 equal to 1 എന്ന് പറയും, ആൻഡ് സ്റ്റേറ്റിന് നമ്മൾ സിംഗ്ലറ്റ് സ്റ്റേറ്റ് എന്ന് പറയും. ഇനി S is equal to 1 ആണെങ്കിലോ 2S plus 1 is equal to 3. എസിന് 1 കൊടുക്കുമ്പം ആ വാല്യൂ 3 ആകും, അതായത് ട്രിപ്ലെറ്റ് സ്റ്റേറ്റ് എന്ന് പറയും. ഈ ട്രിപ്ലെറ്റ് സ്റ്റേറ്റും സിംഗ്ലറ്റ് സ്റ്റേറ്റും ഗ്രൂപ്പ്ഡ് സെപ്പറേറ്റ്ലി ആണ്. ഇനി സെലക്ഷൻ റൂൾ ഓഫ് LS കപ്ലിംഗ് എന്ന് പറയുന്നത്, LS കപ്ലിങ്ങിൻ്റെ സെലക്ഷൻ റൂളിനെയാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഡെൽറ്റ L is equal to plus or minus 1 ആൻഡ് ഡെൽറ്റ S is equal to 0. അതായത് Lൻ്റെ ടോട്ടൽ വാല്യൂസ് എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് 1 ആകാം, എസിൻ്റെ ടോട്ടൽ വാല്യൂസ് എന്ന് പറയുന്നത് 0 ആകാം. അങ്ങനെയാണെങ്കിൽ LS കപ്ലിങ്ങിൽ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് 0യോ പ്ലസ് ഓർ മൈനസ് 1ഓ ആകാം. പക്ഷേ 0 ആവാനായിട്ട് ഇറ്റ് ഈസ് ഫോർബിഡൻ കേസ്. കാരണം അത് ആയാൽ അവിടെ അതിൻ്റെ ഒരു മീനിങ് ഉണ്ടാവില്ല. അപ്പം കാരണം ഇവിടെ അഡീഷൻ ആണ് അല്ലേ, J is equal to L plus S ആണ്. അപ്പോൾ എങ്ങനെ വന്നാലും പ്ലസ് ഓർ മൈനസ് 1 അവിടെ ഉണ്ടാവുന്നുണ്ട്. J is equal to ആണ്, ഈക്വൽ ടു L plus S ആണ്. അപ്പോൾ അവിടെ വരുമ്പം എന്തായാലും Lന് പ്ലസ് ഓർ മൈനസ് 1ഉം എസിന് 0യും കൊടുക്കുമ്പോൾ വാല്യൂ എന്തായാലും Jക്ക് പ്ലസ് ഓർ മൈനസ് 1 വരുള്ളൂ. 0 വരാൻ സാധ്യത കുറവാണ്. കാരണം S 1 ആണെങ്കിൽ മാത്രമേ അവിടെ 0 വരാനുള്ള സാധ്യതയുള്ളൂ J. പക്ഷേ ഇവിടെ അത് പോസിബിൾ അല്ല. അതുകൊണ്ടാണ് ഇവിടെ J ഈക്വൽ ടു 0 ഈസ് ഫോർബിഡൻ എന്ന് കൊടുത്തേക്കുന്നത്. ഓക്കെ. ഇനി ദ സെലക്ഷൻ റൂൾ ഡെൽറ്റ S is equal to 0 does not allow transitions between singlet and triplet states. Okay, so these are the points regarding LS coupling. ഇനി അടുത്തത് JJ coupling നോക്കാം. JJ coupling ആണെങ്കിൽ ടോട്ടൽ J വാല്യൂസിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് this method is employed when the interaction between the spin and orbital vectors, അതായത് S ഉം L ഉം
is stronger than the interaction between either the spin vectors or the orbital vectors of different electrons. The orbital and the spin angular momentum of each electron in the atom are added. ഓരോ ഇലക്ട്രോൺസിൻ്റെയും ഒരു ആറ്റത്തിനെ കൺസിഡർ ചെയ്യുമ്പം അതിനകത്ത് ഓരോ ഇലക്ട്രോൺസിൻ്റെയും ജെ വാല്യൂ, അതായത് J1, J2, J3 എന്നും പറഞ്ഞ് ഓരോന്നിനെയും നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പം J1 എന്ന് പറയുന്നത് L1 + S1. മറ്റേതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലായിരുന്നു. ഓരോ ഇലക്ട്രോണിൻ്റെയും ഓർബിറ്റലും സ്പിന്നും സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അവരെ എല്ലാവരെയും കൂടെ ചേർത്ത് എഴുതുന്നതാണ് LS. JJ എന്ന് പറയുന്നത് ഓരോ പാർട്ടിക്കിൾസിൻ്റെയും J വെക്ടേഴ്സിന് അല്ലെങ്കിൽ J എന്ന് പറയുന്ന ടോട്ടൽ ആംഗുലർ മൊമെൻറ്റത്തിനെ കൺസിഡർ ചെയ്തിട്ട് അവരെ എല്ലാത്തിനെയും കൂടെ കൂട്ടിച്ചേർക്കുന്നത് σJI എന്ന് കൺസിഡർ ചെയ്യുന്ന കണ്ടീഷനാണ് JJ കപ്ലിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് J1 = L1 + S1, L2 + S2, L3 + S3, etc. etc. This is mainly existing in heavy atoms. ഹെവി ആറ്റത്തിലാണ് JJ കപ്ലിങ്ങിൻ്റെ എഫക്റ്റ് സ്റ്റഡി ചെയ്തിട്ടുള്ളത്. Next is Pauli's exclusion principle, which we already know that no two electrons in an isolated atom may have the same 4 quantum numbers. Or ഒരു ഇലക്ട്രോൺ കേസിൽ അല്ലെങ്കിൽ ഒരു ആറ്റത്തിൻ്റെ കേസിൽ രണ്ടിൽ കൂടുതൽ ഇലക്ട്രോൺസിനെ അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് നമ്മൾ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പഠിക്കുന്നത്. അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ദ പ്രിൻസിപ്പിൾ ഇംപ്ലൈസ് ദാറ്റ് ഈച്ച് ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം മസ്റ്റ് ഹാവ് എ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് NL, ML, MS. If the two electrons have all their quantum numbers identical, then one of those electrons would be excluded from entering into the constitution of the atom, and hence exclusion principle. ഇനി അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് enables to calculate the number of electrons that can occupy a given subshell. നമ്മൾ കെമിസ്ട്രി പഠിക്കുന്ന കാര്യം തന്നെയാണ്. അതായത് എസ്സിൽ 2 ഇലക്ട്രോൺസേ പറ്റുള്ളൂ, SPDFന് എത്ര ഇലക്ട്രോൺസ് സാധ്യമാണെന്നൊക്കെ ഉള്ളത് നമ്മൾ അന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയുള്ളത്. ഒരു സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ ഒക്കും എന്നുള്ളത് സ്റ്റഡി ചെയ്യാൻ അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുന്നത്. അതിനൊരു ഉദാഹരണമാണ് നമ്മൾ ആദ്യം കെ ഷെല്ലിനെ പറ്റി പറയുന്നത്. വിത്ത് n = 1, L = 0, ഹെൻസ് ML = 0. അങ്ങനെയാണെങ്കിൽ S ½ ആണെങ്കിൽ നമുക്ക് MS-ന് +½ -½ കൺസിഡർ ചെയ്യാം. ഇനി കെ ഷെല്ലിന് 2 ഇലക്ട്രോൺസ് ആണുള്ളതെങ്കിൽ, അതായത് K, L, M, N എന്നുള്ള ഷെൽസാണ് നമുക്ക് അറിയാവുന്നത്. ആ കെ ഷെൽസിൽ 2 ഇലക്ട്രോൺസ് ആണ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ ഇലക്ട്രോൺ 1 വിത്ത് ക്വാണ്ടം നമ്പേഴ്സ് n = 1, L = 1, ML = 0, MS = +½ ഇലക്ട്രോൺ 2 ആണെങ്കിലോ ക്വാണ്ടം നമ്പേഴ്സ് n = 1, L = 0, ML = 0, MS = -½ If there were third electron, എന്ത് സംഭവിക്കും? ഈ MS എന്ന് പറയുന്നത് +½ അല്ലെങ്കിൽ -½ തന്നെയായിരിക്കും. അപ്പോൾ MS-ന് ഒരു ചേഞ്ച് വരുന്നില്ല. അവിടെ ഹാഫിന് +½ -½ ഉള്ള വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ഇത് തന്നെയാണ് അവിടെ, അതായത് ഒരു ഐഡൻറ്റിക്കൽ എഫക്റ്റ് ഉണ്ടാകുന്നു. അതായത് ഒന്നാമത്തെ ഇലക്ട്രോണിൻ്റെയോ രണ്ടാമത്തെ ഇലക്ട്രോണിൻ്റെയോ അതേ സ്വഭാവം തന്നെ മൂന്നാമത്തവൻ കാണിക്കാനുള്ള സാധ്യത കൂടുതൽ. അങ്ങനെയുള്ള കണ്ടീഷൻസാണ് നമ്മൾ എന്താ പറയുന്നത്? ഇഫ് there were third electron, its quantum numbers will be identical with those of the first or second electron, which is against Pauli's exclusion principle. അത് Pauli's exclusion principle-ന് സാധ്യമായിട്ടുള്ള കാര്യമല്ല. ഇനി the K shell is therefore completed or closed with 2 electrons. അതുകൊണ്ടാണ് നമ്മൾ SPDFൻ്റെതിൽ S എന്ന് പറയുന്നത് 2s എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. മാക്സിമം നമ്മൾ ഇന്നർമോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യുള്ളൂ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ്? ഐഡൻറ്റിക്കലായിട്ട് അവിടെ നടക്കുന്നത് കൊണ്ട്. ആദ്യത്തെ 2 എണ്ണത്തിന് MS-ന് +½ -½ മൂന്നാമത്തെ ഇലക്ട്രോണിന് അവിടെ അക്കോമഡേറ്റ് ചെയ്യുമ്പോൾ ഈ ആദ്യത്തെ 2 പേരുടെ അതേ ഏതെങ്കിലും ഒരാളുടെ സ്വഭാവമായിരിക്കും കാണിക്കുന്നത്. അത് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളിന് എഗെയിൻസ്റ്റ് ആയതുകൊണ്ടാണ് ആ ഇലക്ട്രോൺ മൂന്നാമതൊരെണ്ണം അവിടെ സാധ്യമല്ലാതാകുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസിനെ മാത്രം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ എൽ ഷെല്ലിനും എം ഷെല്ലിനും ഒക്കെ ഉണ്ട് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ കെ ഷെല്ലിൻ്റെത് 2 ആണെങ്കിൽ എല്ലിൻ്റെത് 8, പിന്നെ എമ്മിന് 18, അതേപോലെ എന്നിന് 32 അങ്ങനെയുള്ളത് പറ്റും.
ഇപ്പോൾ പോസിബിൾ ഇലക്ട്രോൺ സ്റ്റേറ്റ്സ് നിങ്ങളിത് പഠിച്ചിട്ടുള്ളതാണ് കെമിസ്ട്രിയിൽ. പോസിബിൾ ഇലക്ട്രോൺ സ്റ്റേറ്റ്സ് എസ് സബ് ഷെല്ലിനാണെങ്കിൽ 2, പിന്നെ പിക്കാണെങ്കിൽ 6 വരെ പോകാം, പിന്നെ ഡി ആണെങ്കിൽ 10 വരെ, എഫ് ആണെങ്കിൽ 14 വരെ. അപ്പോൾ ഇതെല്ലാം ഓരോ സബ് ഷെൽസിൻ്റെയും സമ്മേഷൻസും അതിൻ്റെ കാര്യങ്ങളും ഒക്കെയാണ് പറയുന്നത്, ജനറൽ കണ്ടീഷൻസ്. So number of electrons that can be accommodated in a shell with principal quantum number n is equal to sum of the electrons in the constituent n shells. അപ്പോൾ K, L, M, N, O എന്നുള്ള ഷെൽസിന് ക്വാണ്ടം നമ്പർ 1, 2, 3, 4, 5 എന്ന് കൺസിഡർ ചെയ്യുകയും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അതിനകത്ത് പറ്റുന്നത് 2, 8, 18, 32, 50 ഈ റേഞ്ചിലാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. And the next is magnetic dipole moment of electron due to orbital motion. ഇവിടെ നമ്മളൊരു ഇലക്ട്രോണിനെ കൺസിഡർ ചെയ്യുകയാണ് in an elliptical path of area A with a period capital T. The electron crosses any point in the orbit 1/t times in unit time. This is equivalent to the current I is equal to E by T in a loop of area A, where E is the charge of the electron. Applying Ampere's theorem, we can write mu L is equal to IA, or it is EA by T. Put it as equation number 1. Since the areal velocity in the central orbit is half r square d phi by dt, then the area can be written as A is equal to integral of 0 to t half r square d phi by dt into dt. ഈ ഇക്വേഷൻ നിങ്ങൾ സെൻട്രൽ ഓർബിറ്റ് +2 പഠിക്കുന്ന കാര്യമാണ്. Now the angular momentum of the electron PL can be written as mr square d phi by dt equal to a constant, or I can write it as half r square d phi by dt is equal to PL by 2m, or it is equal to constant. Therefore A ക്ക് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോകുന്നു. അതായത് നമ്മുടെ ഇവിടെ നിന്ന് നമുക്ക് ആർ സ്ക്വയർ എടുക്കാം. അതിനുള്ള സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ കൊടുക്കുന്നതാണ് ഇൻറ്റഗ്രൽ ഓഫ് 0 to t PL by 2m dt അല്ലേ. അതായത് എ എന്ന് പറയുന്ന ഇതാണ് ഇക്വേഷൻ എങ്കിൽ ഈ ഹാഫ് ആർ സ്ക്വയർ ഡി ഫൈ ബൈ ഡി ടിക്ക് പകരം PL by 2m കൊടുത്തു. ആൻഡ് ദ ഇക്വേഷൻ ഈസ് ഫോർ ഏരിയ PLT by 2m. Substituting this value of A in equation 1, mu L is equal to E by 2m into PL. Since angular momentum is quantized, angular momentum quantized എന്നുള്ള കാര്യമാണ് നമ്മൾ വെക്ടർ ആറ്റം മോഡലിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ PL is equal to LH cross. So PLന് സബ്സ്റ്റിറ്റ്യൂഷൻ അവിടെ കൊടുത്തു, അതിനെ റീഅറേഞ്ച് ചെയ്തു. That is EH cross by 2m into L, mu L ന്റെ വാല്യൂ. So from this equation I can write mu L is directly proportional to L. EH cross by 2m is the smallest unit of magnetic dipole moment, and this is called Bohr electron magneton. ഇവനെ നമുക്ക് ആവശ്യമുള്ളതാണ് mu B. ഇത് നമ്മൾ സ്പെക്ട്രോസ്കോപ്പി എന്ന ചാപ്റ്ററിൽ യൂസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ബോർ മാഗ്നറ്റോൺ. എന്താണ് ബോർ മാഗ്നറ്റോൺ? ഇറ്റ് ഈസ് EH cross by 2m. That is the smallest unit of magnetic dipole moment. മ്യൂവിൻ്റെ ഏറ്റവും ചെറിയ വാല്യൂ ആണ് ബോർ മാഗ്നറ്റോൺ എന്ന് പറയുന്നത്. ആൻഡ് EH cross by 2m, on substituting we get the values for mu B, that is a constant value, 9.274 into 10 raised to minus 24 joule per Tesla. Since the electronic charge is negative, the dipole moment vector, magnetic dipole moment vector, is directed opposite to that of angular momentum. Then the ratio, that is magnetic dipole moment mu L by angular momentum PL, is called gyromagnetic ratio. ഇവനും നമുക്ക് ആവശ്യമുള്ളതാണ്. mu L, ഈ കാര്യവും നമുക്ക് ആവശ്യമുള്ളതാണ്. എന്താണ്? മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് mu Lഉം PLഉം തമ്മിലുള്ള റേഷ്യോ ആണ് ഗൈറോമാഗ്നറ്റിക് റേഷ്യോ. ഒരു മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഇവൻ ചോദിക്കാറുള്ളതാണ്. ഗൈറോമാഗ്നറ്റിക് റേഷ്യോ എന്താണെന്ന്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ടു ആംഗുലാർ മൊമെന്റം. That is mu L is divided by PL is equal to E by 2m. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 8.8 into 10 to the power 9.
So in the above equation നമ്മൾ PL mu L ഒക്കെ കണ്ടുപിടിച്ചതിനകത്ത് നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഒരു കാര്യം എഴുതാൻ പറ്റും. that is mu L by PL is equal to minus of GL E by 2m, or I can write in terms of spin quantum number mu S by S is equal to minus GS E by 2m. അതേപോലെ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം വെച്ചിട്ടും എനിക്കിത് എഴുതാം. mu J divided by J is equal to minus GJ E by 2m. ഓക്കെ, ഈ G എന്ന ഫാക്ടേഴ്സ് ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റത്തിനും സ്പിൻ ആംഗുലർ മൊമെൻറ്റത്തിനും അതുപോലെ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റത്തിനും ഉള്ള ഈ G എന്ന ഫാക്ടറിനെ ആണ് നമ്മൾ ലാൻഡേസ് സ്പ്ലിറ്റിംഗ് ഫാക്ടർ അല്ലെങ്കിൽ ലാൻഡേസ് G ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഗൈറോ മാഗ്നറ്റിക് റേഷ്യോ എന്താണെന്നും ലാൻഡേസ് സ്പ്ലിറ്റിംഗ് ഫാക്ടർ അല്ലെങ്കിൽ ലാൻഡേസ് G ഫാക്ടർ എന്താണെന്നും ഉള്ളത്. അതിനപ്പം നമുക്ക് ഈ ഇക്വേഷൻസ് ആവശ്യമാണ്. ഓക്കെ, അപ്പം GL-ന് വാല്യൂ ഉണ്ട് 1ഉം GS-ന് 2ഉം ആകുമ്പോഴാണ് നമുക്ക് ഈ ഒരു ലാൻഡേസ് G ഫാക്ടർ അത് പ്രൂവ് ചെയ്ത്, അതായത് സോൾവ് ചെയ്ത് പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം നമുക്ക് ആ ഡെറിവേഷൻസ് ഒന്നുമില്ല, തൽക്കാലം ഈ ഇക്വേഷനായിട്ട് പഠിച്ചു വയ്ക്കുക. Next is magnetic dipole moment of electron due to spin motion. An electron spinning about its axis should also behave as a tiny magnet and possess magnetic dipole moment. അങ്ങനെയാണെങ്കിൽ അവിടെ പോസിബിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്പിൻ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നതാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് mu s is equal to 2 into E by 2m into PS. This 2 represents that there are two types of spinning occurring, that is plus half and minus half. So mu s is equal to 2 into E by 2m into PS, where PS represents SH cross. Substitute ചെയ്യുന്നു, rearrange ചെയ്യുന്നു, you will get EH cross by 2m. So Bohr magnetronum ഇത് തന്നെയായിരുന്നു നമുക്ക് കിട്ടിയത്, പക്ഷേ ഇത് സ്പിൻ മാഗ്നറ്റിക് മൊമെൻ്റ് ആണ്. ഓക്കെ, mu s. ഇനി ഇലക്ട്രോൺ സ്പിൻ. ഇലക്ട്രോൺ സ്പിന്നിൽ സംഭവം ഇത് തന്നെയാണ് പറയുന്നത്. ഒരു ഇലക്ട്രോൺ സ്പിൻ ചെയ്യുമ്പം അവിടെ ഉണ്ടാകുന്ന സ്പിൻ ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്നത് മോഡ് S is equal to root of S into S plus 1 H cross, or it is root of 3 by 2 H cross where S is equal to plus half. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് മൊമെൻറ്റ് അസോസിയേറ്റഡ് വിത്ത് ദ സ്പിൻ ആംഗുലർ മൊമെൻറ്റം ഈസ് mu s is equal to minus E by m into S. ഡിറാക്സ് റിലേറ്റിവിസ്റ്റിക് വേവ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കവിടെ ബോർ മാഗ്നറ്റോണിൻ്റെ കണ്ടീഷനും കൂടെ അവിടെ വരും. ദാറ്റ് ഈസ് 2 minus 2 E H cross by 2m S by H cross, or I can write minus 2 mu B S by H cross. Similarly, orbital angular momentum can be written as mu L is equal to minus mu B L by H cross. ഇവിടെയും നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, സ്പിന്നിൻ്റെ കേസ് വരുമ്പോൾ നമുക്കവിടെ -2 എന്നുള്ളൊരു ഫാക്ടറും കൂടെ വരുന്നുണ്ട്. ദിസ് ഇസ് ബിക്കോസ് അവിടെ 2 ടൈപ്പ് ഓഫ് സ്പിന്നിങ്സ്, അതായത് പ്ലസ് ഹാഫ് മൈനസ് ഹാഫ് സ്പിന്നിങ് ഉണ്ട്. അതുകൊണ്ട് നേരെ മറിച്ച് ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം നോക്കിക്കേ, അവിടെ ഡബിൾ ടൈപ്പ് ഒന്നും വരുന്നില്ല. അതുകൊണ്ടാണ് അവിടെ minus mu B L by H cross എന്ന് വന്നേക്കുന്നത്. ഇനി ഈ numerical factor relating the magnetic moment in the units of Bohr magnetron, അതിനെയാണ് നമ്മൾ ഗൈറോമാഗ്നറ്റിക് റേഷ്യോ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു മാഗ്നറ്റിക് മൊമെൻറ്റ് ഡിവൈഡഡ് ബൈ എന്താണ് ആംഗുലാർ മൊമെൻറ്റം, അല്ലേ? ആംഗുലാർ മൊമെൻറ്റം ദറ്റ് ഈസ് mu L ഡിവൈഡഡ് ബൈ PL ആണ് നമ്മൾ പറയുന്ന ഗൈറോമാഗ്നറ്റിക് റേഷ്യോ. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാണെങ്കിലും അതിൻ്റെ ഡെഫിനിഷനായിട്ട് എഴുതാം, ന്യൂമറിക്കൽ ഫാക്ടർ റിലേറ്റിംഗ് ദ മാഗ്നറ്റിക് മൊമെൻറ്റ്. അത് തന്നെയാണ് നമ്മൾ അവിടെയും പറയുന്നത്. ദാറ്റ് ഈസ് റിപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ GS or GL or GJ. ഇതെല്ലാം ഗൈറോമാഗ്നറ്റിക് റേഷ്യോസ് ആണ്. ഓക്കെ, എന്നിട്ട് അതിനുള്ള ഇക്വേഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. And finally, spin orbit coupling. It's a short question. Spin orbit coupling ചോദിക്കാറുള്ളതാണ്. സ്പിന്നിങ് എഫക്റ്റും ഓർബിറ്റൽ എഫക്റ്റും ഒരുമിച്ച് ചേരുന്നുള്ള കോമ്പിനേഷൻ്റെ കേസാണ് ഇവിടെ സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് എന്ന് പറയുന്നത്. The fine structure doubling of spectral lines may be explained on the basis of magnetic interaction between spin and orbital angular momentum. ഇവിടെ this spin orbit coupling can be understood in terms of classical model.
In its orbital motion, the electron goes in a closed path round the nucleus of the charge is at E. You can see the charge here in this figure. Charge കൊടുത്തേക്കുന്നത്. When viewed from the electronil നിന്ന് നമ്മൾ വ്യൂ ചെയ്യുകയാണെങ്കിൽ എന്താണ്? It is equivalent to the nucleus of the charge ZE going round the electron in a closed path. അല്ലേ? ഒരു ഓർബിറ്റ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് പാത്ത് ആയിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആണല്ലോ? ക്ലോസ്ഡ് പാത്തിലാണ് കാണിച്ചിരിക്കുന്നത്. ഇലക്ട്രോൺ എന്ന് പറയുന്നത് ദേ ഇവിടെയാണ്. ഇനി that is represented in the figures A and B. At the point where the electron is situated, a magnetic induction is introduced because the nucleus going round in a closed path. The interaction between the electron spin magnetic moment and this magnetic field leads to phenomenon of spin-orbit coupling. And the potential energy associated here can be written as, ഇത് മൈനസ് അല്ല കേട്ടോ, ബുള്ളറ്റ് പോയിന്റ്സ് ആണ്. ഡെൽറ്റ ഇ എസ് ഇസ് ഈക്വൽ ടു മൈനസ് മ്യൂ എസ് ഡോട്ട് B, vector B, or I can write it as minus mu s B cos theta, where theta is the angle between mu s vector and vector B. Spin magnetic moment vectorum അതേപോലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും പ്രസൻസിൽ ഉണ്ടാകുന്ന ആംഗിളിനെയാണ് തീറ്റ എന്ന് കൺസിഡർ ചെയ്യുന്നത്. Now mu s cos theta is a component of mu s parallel to B. അങ്ങനെയാണെങ്കിൽ mu s is equivalent to mu B, that is Bohr magneton. So mu s cos theta ക്ക് എനിക്ക് സെപ്പറേറ്റ് എഴുതാം. mu b is equal to plus or minus e h by 2m അല്ലെങ്കിൽ e h cross. h by 2m എന്ന് പറയുന്നതല്ലേ നമ്മുടെ h cross, e h cross by 2m. Or therefore delta es is equal to plus or minus mu b b. Depending upon the orientations of its spin vector, the energy of the electron in a given atomic quantum state will be higher or lower related to this mu bb. Okay, then mu bb than its energy in the absence of spin orbit coupling. The result is the splitting of every quantum state in two separate substates. Hence every spectral line splits into two component lines. Okay, അപ്പോൾ ഇവിടെ mu s b cos theta എന്ന് വരികയാണ്. അപ്പം mu b b എന്ന് വരും അല്ലേ? ഈ എനർജി എന്ന് പറയുന്നത് mu s cos theta എന്ന് പറയുന്നത് mu b ആണെങ്കിൽ നമ്മുടെ ഡെൽറ്റ ഇ എസ് എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് mu b b ആണ്. അപ്പോൾ അത് ഹയറോ ലോവറോ ആകാം. അതിൻ്റെ വാല്യൂ അനുസരിച്ച് ബിയുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എഫക്റ്റിൽ ഹയറോ ലോവറോ ആകാം. എന്നിട്ട് എന്താ പറഞ്ഞേക്കുന്നത്? അവിടെ സ്പ്ലിറ്റിംഗ് ഓഫ് ലൈൻസ് ഉണ്ടാവാം. എവറി spectral line splits into two component lines. Notice that there is one exception. When an electron is in S state L equal to 0, as a result the magnetic field at the site of the electron is 0. Magnetic field B യും 0 ആയിരിക്കും. അപ്പോൾ B 0 ആണെങ്കിൽ ഈ ഡെൽറ്റ ഇ എസ് എന്ന് പറയുന്നത് മസ്റ്റ് ബി 0 അല്ലേ? അപ്പം L ഒരു S എന്ന സ്റ്റേറ്റിൽ electron is in the S state ആണ്. L equal to 0 ആണെങ്കിൽ B യും 0 ആയിരിക്കും. അപ്പോൾ B 0 ആയാൽ ഡെൽറ്റ ഇ എസ് മോളിൽ എഴുതിയിരിക്കുന്ന ഈ ഇക്വേഷനിൽ ഡെൽറ്റ ഇ എസും 0 ആകും. ആൻഡ് ദർ ഈസ് നോ ഫൈൻ സ്ട്രക്ചർ സ്പ്ലിറ്റിംഗ് ഫോർ ദിസ് സ്റ്റേറ്റ്. അപ്പോൾ ഒരു ഇ എസ് അല്ലെങ്കിൽ ആ എനർജി എന്ന് പറയുന്നത് 0 ആയിക്കഴിഞ്ഞാൽ ദർ ഈസ് നോ സ്പ്ലിറ്റിംഗ് occurring. So that's all about this chapter, vector atom model. ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റെഫറൻസ് ടെക്സ്റ്റ് ബുക്സ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഇഫ് ഇറ്റ് വാസ് ഇൻഫോർമേറ്റീവ് you can comment on the comment box, and any suggestions ഉണ്ടെങ്കിലും അതും comment box ൽ ഇടാം. Thank you for watching once again.